നിധി സുനന്ദയോട് പറയും, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നതല്ല, നിനക്ക് നിൻ്റെ വീട്ടുകാരെ എതിർത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അവർ പറയുന്ന ആളെ കെട്ടിയാൽ പോരെ. സുനന്ദ പറയും, നിധിക്കറിയില്ല, എനിക്ക് സുഭാഷ് ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നിധിക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവാത്തതുകൊണ്ടാണ്. നിധി പറയും, നിനക്ക് സുഭാഷ് ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരെ എതിർക്കണം, അല്ല വീട്ടുകാരെ ഇഷ്ടമെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കണം. ഈ മനസ്സോടെ നീ വേറൊരു കല്യാണം കഴിച്ചാൽ ആ ചെക്കനെ വഞ്ചിക്കുന്ന പോലെ ആവില്ലേ. നീ ആദ്യം ഒന്ന് തീരുമാനിക്ക്, എന്നിട്ട് മനസ്സതിനു വേണ്ടി പാകപ്പെടുത്ത്. ഇതൊക്കെ കേട്ടിട്ട് സുധി അപ്പുറന്ന് പറയും, എന്തൊരു ക്ലാരിറ്റിയായി ഇവൾക്ക്, എങ്ങനെ ഇവളുടെ മനസ്സ് വളയ്ക്കുമെന്ന് ആലോചിച്ചൊരു പിടിയും ഇല്ലല്ലോ. സുനന്ദ നിധിയോട് ചോദിക്കും, ഞാനിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നല്ലേ. നിധി പറയും, നിനക്ക് വിഷമാവുമെന്ന് എനിക്കറിയാം, പക്ഷേ നീ ഒരു തീരുമാനം എടുക്കാതെ സുഭാഷ് ഏട്ടനെ വിഷമിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വരരുത്. സുനന്ദ അവിടുന്ന് കരഞ്ഞുകൊണ്ട് തിരിച്ചു പോവാണ്. സുധി ഇങ്ങനെ മനസ്സ് പറയും, ഇത്രയും ഇഷ്ടം ഈ വീടിനോടുണ്ടെങ്കിൽ നിന്നെ ഞാനെങ്ങനെ വിട്ടുകളയും മോളെ, നിന്നെ ഒരു കാലത്തും ഞാൻ വിട്ടുകളയാൻ പോകുന്നില്ല. സുധി കല്യാണം നടത്തി തന്ന പഴയ പോലീസുകാരനെ കാണുകയാണ്. പുള്ളി ചോദിക്കും, നീ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്. സുധി വരും, സാറിനെ കാണാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു, അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞ്. പുള്ളി വരും, ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. സുധി പുള്ളിയെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും, സാറിനെ സമ്മതിക്കണം, ഇത്രയും ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് എന്നെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നില്ലേ. പോലീസുകാരൻ പറയും, നിന്നെപ്പോലെ ഒരു സാധാരണക്കാരൻ എന്നെപ്പോലെ ഒരു പോലീസുകാരനെ കാണണമെങ്കിൽ അതിലെന്തോ ഒരു കാര്യം ഉണ്ടാവില്ലേ. എന്നെക്കൊണ്ട് സാധിക്കേണ്ട എന്തെങ്കിലും കാര്യം നിനക്കുണ്ടാവുമെന്ന് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എൻ്റെ ജോലിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാണ് ഭാര്യയുടെ ഫോൺ പൊട്ടിയതറിഞ്ഞത്. ഏതായാലും അത് നിന്നെക്കൊണ്ട് വാങ്ങിച്ച് കളയാം. ഇതൊക്കെ കേൾക്കുമ്പോൾ സുധിക്ക് പേടിയാവും. സുധി പോലീസുകാരനോട് ഓരോ നുണക്കഥ പറയാണ്. അവളുടെ വീട്ടുകാരെ വിളിച്ച് അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. പോലീസുകാരൻ പറയും, അതൊക്കെ ഉണ്ടാവും, അവൾ വലിയ വീട്ടിലെ കുട്ടിയാണ്, നീ കഞ്ഞിക്ക് വകയില്ലാത്തൊരുത്തൻ, അപ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും. നീ ഒരു കാര്യം ചെയ്യ്, കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവളെയും കുട്ടി അവളുടെ വീട്ടിൽ പോയി താമസിക്കുക. സുധി പറയും, അതിന് അവർ അവളെ മാത്രമേ വിളിക്കുന്നത്, എന്നെ അങ്ങോട്ട് കയറ്റില്ല. അവളിപ്പോൾ വന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാമെന്ന് വരെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവളെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് സാറിന് അറിയാലോ. പോലീസുകാരൻ ചോദിക്കും, ഇതിലിപ്പോൾ ഞാനെന്താ വേണ്ടത്. സുധി പറയും, സാറ് അവളെ വിളിച്ചൊന്ന് സംസാരിക്കണം, പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം ആയതുകൊണ്ട് ഡിവോഴ്സ് പറ്റില്ലെന്നൊന്ന് പറയണം. പോലീസുകാരൻ, സുധീഷേ, ഇതൊക്കെ നിയമം വിട്ടുള്ള കളിയാ, ഫോൺ ചെയ്യുന്നതുകൊണ്ട് വിരോധം ഉണ്ടായിട്ടല്ല, അവൾ ആ വക്കീലിനോട് പറഞ്ഞാൽ അതോടെ തീർന്നു, ഇത് ആരോട് പറഞ്ഞാലും പ്രശ്നമാണ്. സുധിയാണെങ്കിൽ ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം ആ പോലീസുകാരൻ സമ്മതിക്കും. താങ്ക്സ് പറയുമ്പോൾ പോലീസുകാരൻ പറയും, അത് നീ അങ്ങ് പോക്കറ്റിലിട്ടോ, എന്നിട്ട് ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ ഉള്ള ഒരു 5G ഫോൺ അങ്ങ് വാങ്ങിയേക്ക്. നിധി വീട്ടിലെ ID പ്രൂഫ് ഇല്ലാതെ കല്യാണം എങ്ങനെ രജിസ്ട്രേഷൻ നടന്നു എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധി ഏടത്തിയെ വിളിച്ചിട്ട് കാര്യം പറയാണ്. അവിടെ എങ്ങാനും എൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടോ, ആ നമ്പറൊന്നും പറഞ്ഞു തന്നാൽ മതി എന്ന് പറയും. സാന്ദ്ര പറയും, ഞാൻ ഇവിടെ നോക്കാം, നീ പിന്നെ വിളിക്ക്. താഴെ അരുണേട്ടനുണ്ട്, എപ്പോഴാണ് ഇങ്ങോട്ട് കയറി വരികയെന്ന് അറിയില്ല. നിധി അതിനെക്കുറിച്ച് ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരും. സുഭാഷിനോട് നിധി വയ്ക്കും, ഒരു കല്യാണം രജിസ്റ്റർ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം. സുഭാഷ് പറയും, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്തല്ലേ, അപ്പം എന്തൊക്കെ ഡീറ്റെയിൽസാണ് കൊടുത്തിരുന്നത്. നിധി പറയും, ഞാനൊന്നും കൊടുത്തില്ലായിരുന്നു. സുഭാഷ് പറയും, വയസ്സ് തെളിയിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. നിധി പറയും, അത് തന്നെ, സുധീഷ് ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാനൊന്നും കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. സുഭാഷ് ചോദിക്കും, ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ എന്താ കാരണം. നിധി പറയും, ഒന്നുമില്ല. രാവിലെ നിധി കുളിച്ച് വരുമ്പോൾ സുഭാഷ് ചോദിക്കും, എന്താ നോക്കുന്നത്. നിധി പറയും, ഞാൻ പോകുമ്പോൾ എല്ലാവരും ഉറങ്ങായിരുന്നു, ഇപ്പോൾ ആരെയും കാണുന്നില്ല. സുഭാഷ് പറയും, എല്ലാവരും അപ്പം തന്നെ എണീറ്റ് പോയിട്ട് കിണറ്റുകരയിൽ കുളിക്കുന്നുണ്ട്. ഹരീഷ് കുളിച്ച് വന്നിട്ട് അവിടുത്തെ നിലവിളക്ക് കത്തിച്ച് ഒരു ഭക്തിഗാനമൊക്കെ വെക്കും. ഇതൊക്കെ കാണുമ്പോൾ നിധിക്ക് സന്തോഷമാവും. നിധിക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഹരീഷ് ആ പാട്ട് നിർത്തുകയാണ്. നിധി പറയും, എന്തിനാണ് നിർത്തിയത്, നല്ല പാട്ടല്ലേ. ഹരീഷ് ആ പാട്ട് പിന്നെയും പ്ലേ ചെയ്യും. നിധിയും അവിടെ വന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് സുഭാഷ് ചായയും കൊണ്ടുവന്നിട്ട് നിധിക്ക് കൊടുക്കുകയാണ്. നിധി പുറത്ത് ടവൽ വിരിച്ചു വരുമ്പോൾ സുധി അങ്ങോട്ട് വരികയാണ്. സുധിയോട് ചോദിക്കും, പുറത്തൊക്കെ ആരോ നന്നായിട്ട് അടിച്ചു വാരിയിട്ടുണ്ടല്ലോ. സുധി പറയും, അതൊക്കെ ഞാനാ ചെയ്തത്. ആ സമയത്ത് നികേഷ് അപ്പുറത്തുനിന്ന് പറയും, അല്ല, ഞാനത് ചെയ്തത്. നിധി ചോദിക്കും, ഇതിലും നുണയോ. സുധി വരെ അപ്പുറത്ത് ഞാനാ അടിച്ചതെന്ന് പറഞ്ഞിട്ട് സുധി അവിടുന്ന് വേഗം പോവുകയാണ്. സുഭാഷ് ഒരു ബക്കറ്റ് എടുത്ത് അലക്കാൻ പോകുമ്പോൾ നികേഷ് ചോദിക്കും, അലക്കാൻ പോവാണോ. സുഭാഷ് പറയും, അതെ, എന്താ, നിൻ്റെ എന്തെങ്കിലും ഉണ്ടോ. ആ സമയത്ത് സുധി കുറച്ച് തുണിയായിട്ട് വന്നിട്ട് ആ ബക്കറ്റിൽ ഇടുകയാണ്. ഇത് കാണുമ്പോൾ നിധി ചോദിക്കും, ഏറ്റവും ഇളയ നികേഷ് വരെ സ്വന്തമായിട്ട് അലക്കാൻ തുടങ്ങി, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം. സുധി പറയും, ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് ഈ സോപ്പിൻ്റെ അലർജി ഉള്ളതുകൊണ്ടാണ്. ഹരീഷ് പറയും, എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ കഴുകാറ്. നിധി പറയും, ഗുഡ്, ഇനി ഓരോരുത്തരുടെ പണി ഓരോരുത്തർ തന്നെ ചെയ്യണം. ആ സമയത്ത് അച്ഛൻ വന്നിട്ട് പുറത്തേക്ക് തുപ്പുകയാണ്. അതിനെ നികേഷ് എതിർക്കുമ്പോൾ അച്ഛൻ പറയും, ഇതെൻ്റെ വീട്, എൻ്റെ ഇഷ്ടം. നിധി പറയും, അച്ഛനെ കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ പറയും, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ പോലും ഞാനിതൊന്നും അനുസരിച്ചിട്ടില്ല.
ഇവിടുന്ന് ബീഡി വലിക്കരുത്, തുപ്പരുത്. എന്താ ഇത്? സീകൾ, ദിസ് ഇസ് മൈ ഹൗസ്. ഇവിടെ മൈ റൂൾസ് ഓൺലി. ഓക്കെ? നിധി അച്ഛനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്.